കൊല്ലം കുളത്തൂപ്പുഴ കണ്ണൻ ഗ്യാസ് ഏജൻസിയിൽ നടക്കുന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനാണ് അവിടെ എത്തിയത്. അപ്പോൾ അവിടെ ഏജൻസി ഉടമയായ വനിതയുടെ ഭർത്താവാണ് ഓഫീസ് വർക്കുകൾ ചെയ്യുന്നത്. ഭാര്യയെ ചുമതലപ്പെടുത്തിയ ബിനാമിയാണ് അദ്ദേഹം. അദ്ദേഹവുമായി ഇപ്പോൾ ഏജൻസിയിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഉപഭോക്താക്കളും നാട്ടുകാരും ആരോപിക്കുന്നതായ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഏജൻസിയിൽ ഇല്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇദ്ദേഹം. എന്നാൽ ഇത് പറയുമ്പോഴും നിരവധി ഉപഭോക്താക്കളാണ് സമയബന്ധിതമായി ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി എത്തുന്നത്. ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ എനിക്കും നേരിട്ട് അത് ബോധ്യമുള്ളതാണ്. 4 മാസം, 6 മാസം, 9 മാസം വരെ ഗ്യാസിന് അപേക്ഷിച്ചിട്ടും കിട്ടാത്ത ആളുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ ന്യായീകരണങ്ങൾ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും എവിടെയോ എന്തൊക്കെയോ തിരിമറികൾ ഈ കഴിഞ്ഞ ദിവസം വരെ നടന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പല ഉപഭോക്താക്കളുടെയും ഗ്യാസ് ബുക്കിംഗുകൾ സിസ്റ്റത്തിൽ അവരറിയാതെ തന്നെ ഗ്യാസ് ഡെലിവേർഡായി കാണുന്നു. ഇതാണ് നാട്ടുകാരെയും ജനപ്രതിനിധികളെയും ഉപഭോക്താക്കളെയും ചൊടിപ്പിച്ചത്. ഏജൻസിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മളുടെ ഭാഗത്ത് ഇവിടെ എന്ത് വിഷയമാണ് നിങ്ങൾ കണ്ടത് എനിക്കൊന്ന് പറയില്ല. നമ്മുടെ കുറ്റമല്ല, അത് DSC അനുവദിക്കുന്നത് IOC. DSC വരുന്ന എല്ലാ ആളുകൾക്കും പരമാവധി ഞങ്ങൾ കൊടുക്കും. ഇപ്പൊ കൂടി വന്ന ഒരു 4 ദിവസത്തെ ഡിലേ മാത്രമേ ഞങ്ങൾ അതിന് നമ്മൾ പറഞ്ഞു. ഓരോ ഏജൻസിയിലും 20-25 ദിവസം DSC വന്നത് കൊടുക്കാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അത്രയില്ല, 4 ദിവസത്തെ ഡിലേ മാത്രമേ. അത് ആർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റം 2 സെറ്റായിട്ട് അന്വേഷകർ ഇവിടെ വന്നു. അവര് 2 പേരും അന്വേഷിച്ചിട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കും. ഒരാളിനെ വരില്ല. OTP കിട്ടുന്ന എല്ലാ ആളുകൾക്കും ഗ്യാസ് കൊടുക്കും. ഒരു റീഫില് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 45 ദിവസം തൊട്ട് മുകളിലുണ്ട്. എന്നാൽ ചില കേസുകളിൽ ആദ്യം കുറച്ചും കൊടുക്കും. അതൊന്നും ഈ എത്ര ദിവസത്തിന് കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് IOC ആണ്. ഞങ്ങളെ സംബന്ധിച്ച് DSC വന്ന ആളുകൾക്ക് എല്ലാവർക്കും പരമാവധി ഗ്യാസ് കൊടുക്കുക എന്നുള്ള പ്രോസസ് ഉണ്ടാകും. അതിനകത്ത് ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ചില ആളുകൾ ഇവിടെ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കും. ഞങ്ങൾ ശാരീരികമായി ആക്രമിക്കുക, തെറി വിളിക്കുക, പച്ചത്തെറിയാണ് ഞങ്ങൾ ശാരീരികമായി ആക്രമിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ ശക്തിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോലീസ് വന്നാണ്. പ്രതിനിധികൾ മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധന്മാരുണ്ടായിരുന്നു. ചില ജനപ്രതിനിധികൾ സാന്നിധ്യത്തിൽ ചില സാമൂഹ്യ വിരുദ്ധന്മാർ ഇവിടെ കയറി ഞങ്ങളെ തെറി വിളിക്കുക. ഇതിനകത്ത് അതിക്രമിച്ച് കടക്കാനുള്ള അവകാശം അവർക്കുണ്ടോ? ലാൻഡ് ഓർഡർ ഉണ്ട്. ലാൻഡ് ഓർഡറിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് കയറി ഞങ്ങളുടെ CCTV പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ഞങ്ങൾ അതൊക്കെ ഇനി ലീഗലായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പട്ടികജാതി വനിത നടത്തുന്ന സ്ഥാപനത്തിൽ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത നടത്തുന്ന സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറി ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുക, ഞങ്ങളെ അടിക്കാൻ ശ്രമിക്കുക, ഞങ്ങൾ അടിക്കുമെന്ന് പറയാം. പല മാധ്യമങ്ങളിലും അവര് ഫേസ്ബുക്കുകളിൽ ഇതിട്ടിട്ടുണ്ട്. ഞങ്ങളെ അവനെ അടിക്കാത്തത് ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ല, അവനെ അടിക്കുന്നതിന് ഞങ്ങൾക്കൊരു പാടുമില്ല എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളിലും ഞങ്ങളുടെ ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാ ഭൂനിവാസങ്ങളും ഇവിടെ കയറി അതിക്രമം നടത്തിയതെല്ലാം ഇവിടുത്തെ CCTV ഇവിടെ CCTV നിലവിലുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു കുറ്റവും അങ്ങനെ കണ്ടിട്ടില്ല, ആരും കണ്ടുപിടിച്ചിട്ടുമില്ല, ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുമില്ല. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞങ്ങളൊരു കുറ്റി അങ്ങനെ തെറ്റായി കൊടുത്താൽ അടുത്ത ദിവസം അടുത്ത ആൾ അറിയും, 3ാമത്തെ ദിവസം 4-5 ആളുകൾ അറിയും. ഞങ്ങൾ അങ്ങനെ ഒരു സിലിണ്ടർ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഞങ്ങൾ കൊടുക്കുന്നത് വീടുകളിൽ കൊണ്ടുവന്ന് OTP മേടിച്ചാണ് കൊടുക്കുന്നത്. OTP മേടിച്ച എല്ലാ ആളുകൾക്കും സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. OTP ഇല്ലാതെ ആളുകൾ OTP കിട്ടിയില്ല, ഒരാൾക്ക് ഗ്യാസ് സിലിണ്ടർ ഡെലിവറി ഇല്ല ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് OTP ഇല്ല, OTP എടുക്കാൻ പറ്റുന്നില്ല. OTP വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോലും കൊടുക്കാൻ പറ്റുന്നില്ല. OTP ഉള്ള ആളുകൾക്ക് മുഴുവൻ ആളുകൾക്ക് ഞങ്ങൾ ഒരാളിന്റെ OTP കൊടുത്ത് സിലിണ്ടർ കിട്ടിയിട്ടില്ല ഇവിടെ പരാതി പറഞ്ഞു. ഒറ്റ മനുഷ്യൻ